ഓക്കെ, ഇനിയിപ്പം കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ യുവാക്കളെ മർദ്ദിച്ച് പണം തട്ടിയ കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ വ്യാപക ആരോപണമാണ്. ശ്രീകാന്ത് എന്ന പോലീസുകാരനെതിരെയാണ് വളപ്പ് ബീച്ചിൽ കച്ചവടം നടത്തുന്ന കുടുംബം പരാതി നൽകിയത്. എന്നാൽ പരാതി ഒതുക്കി തീർത്തു എന്നാണ് ആരോപണം. പരാതിക്കൊപ്പം തന്നെ സമർപ്പിച്ചിരിക്കുന്ന ദൃശ്യം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. പോലീസുകാരൻ കച്ചവടക്കാരെ ചീത്ത വിളിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഞങ്ങൾ മാറ്റിയില്ല, ഞങ്ങൾ മാറ്റിയത് ബാരിക്കട് ഞങ്ങളെടുത്ത് മാറ്റി ഞങ്ങൾ മാറ്റിയില്ല, ഞങ്ങൾ മാറ്റിയത്. സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. സഹിനെ, ഈ പരാതിക്കാരുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന ദൃശ്യങ്ങളാണ്. തീർച്ചയായിട്ടും സേതു, അതായത് ഈ ശ്രീകാന്ത് എന്ന് പറയുന്ന പോലീസുകാരനെതിരെയാണ് ഈ പരാതി നേരത്തെ നൽകിയിരുന്നത്. വളപ്പ് ബീച്ചിൽ അവിടെ കച്ചവടം നടത്തുന്ന ഒരു ദമ്പതികളാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ മകനെ അടക്കം അന്ന് ലാത്തി കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി. പക്ഷേ ആ പരാതിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ തന്നെ മുക്കുകയായിരുന്നു. മാത്രമല്ല, നമുക്കറിയാം, ഒരു ബീച്ചിലൊക്കെ സാധാരണ കുടുംബം വന്ന് ഇത്തരത്തിൽ കച്ചവടം നടത്തുമ്പോൾ അവർക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരിക്കും കച്ചവടത്തിന് വരുന്നത്. അവരെ പോലും മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ആട്ടി ഓടിക്കുക, ആ രീതിയിൽ അവരോട് പെരുമാറുക, അത് തന്നെയാണ് ആ പോലീസുകാരൻ്റെ പ്രവൃത്തിയിൽ കാണാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അത് വ്യക്തമാണ്. ആ മനുഷ്യരെ മോശം പദങ്ങൾ പ്രയോഗിക്കുക, അവരെ ചീത്ത വിളിക്കുക, തെറി പറയുക, അവരെ ലാത്തി കൊണ്ട് അടിച്ചോടിക്കുക, ഇതൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ ഇതൊക്കെ നന്നേ കുറവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആരും തന്നെ പരാതി കൊടുത്തിട്ട് നടപടി എടുക്കാൻ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. സേതു, എന്തായാലും ഇയാൾക്കെതിരെ കൂടുതൽ പരാതികളോ ആക്ഷേപങ്ങളോ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സേതു. ഓക്കെ സഹിൻ, ശരി. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നങ്ങൾ നമ്മൾ പോയി പറയുന്ന പോലീസിനടുത്താണ്. അതിൽ ഇടപെടണം, കുറ്റക്കാരെ കണ്ടെത്തണം, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക, കേസുകൾ അന്വേഷിക്കുക. ഇതിനൊക്കെ അപ്പുറം പാവപ്പെട്ട മനുഷ്യരെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന മനുഷ്യരൊക്കെ ഇത്തരത്തിൽ വടിയും എടുത്ത് അവർക്ക് നേരെ അസഭ്യമൊക്കെ പറയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുക്കുന്നത്? ആരാണ് ഇവരെ ഇതിനൊക്കെ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയായി നിൽക്കുന്നത്. എല്ലാ പോലീസുകാരെയും പറയുന്നതല്ല, പക്ഷേ ഇങ്ങനത്തെ ചില ആളുകളും ഇതിനിടയിലുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും പറയല്ലോ, ഒന്നും മതിയല്ലോ മൊത്തമായിട്ടൊരു സേനയ്ക്ക് കളങ്കം ഉണ്ടാക്കാനെന്നൊക്കെ. അതേപോലുള്ള ആൾക്കാരാണ് ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ കണ്ട ആൾക്കാരൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ അസഭ്യം പറയുന്നതും അതേപോലെ തന്നെ വലിയ വടിയെടുത്തുകൊണ്ടൊക്കെ വരും. ഇതിനൊക്കെ എങ്ങനെ ആരധികാരം കൊടുക്കുന്നു ഇവർക്ക് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി നിൽക്കുന്നു. ഒരു അന്വേഷണമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.